ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കണ്ണു തുറക്കും മോളെ, മോളെ കണ്ണു തുറക്ക്. ഉണരാൻ ചിലപ്പോ വൈകും. മാഡം, മോളുടെ അവസ്ഥ എന്താ? പ്രത്യക്ഷത്തില് തലയിൽ ഈ മുറിവ് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്തോ ഒരു പരിഭ്രാന്തി ഉള്ളിലുണ്ട്. ആദി മോനെ, ആദി മോനെ, ആദി ആദി മോനെ, ആദി 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 മോനെ, ആദി ആദി ചേച്ചി, ഒരു കുട്ടി ഇങ്ങോട്ട് വരുന്നത് കണ്ടോ? ഇല്ല മോളെ, കണ്ടില്ല. ആദി മോനെ, ആദി ചേച്ചി, എന്താ? ഒരു കുട്ടി ഇങ്ങോട്ട് വരുന്നത് കണ്ടോ? ഇല്ല, കണ്ടില്ല മോളെ. അയ്യോ ദൈവമേ. ആദി 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 സുജാതേ, സുജാതേ, നിത്യമോൾ ഇതുവരെ വന്നില്ലല്ലോ. ഞാനും അതാ നോക്കുന്നത്. സർ, ഞാൻ പോയി പാത്തിട്ട് വരാം സർ. എന്നാ ശരവണം ചെയ്യില്ല. രഘുങ്ങളെ, ആന്റി, അങ്കിളെ, അങ്കിളെ. ഹരി സാർ, സാർ, ഹരി സാർ കൂപ്പിടുത്. അത് ഇപ്പോ NK ഹോസ്പിറ്റലിൽ നിന്ന് എന്റെ ഫോണിലേക്ക് ഒരു കോൾ എനിക്ക് വന്നു. നിത്യ അവിടെ അഡ്മിറ്റ് ആണ്. എന്റെ മോൾക്ക് എന്താ പറ്റിയത്? ഒരു ചെറിയ ആക്സിഡന്റ് ആണെന്ന് അവര് പറഞ്ഞത്. നിത്യയുടെ ഫോണിലെ നമ്പർ എടുത്ത് എന്നെ വിളിക്കുമായിരുന്നു. നമുക്ക് ഉടനെ അങ്ങ് പോണോ അങ്കിൾ? ഹരി, അവിടെ ആരെങ്കിലും അവളുടെ കൂടെ ഉണ്ടോ? അപകട സ്ഥലത്ത് നിന്ന് ആളുകൾ അവിടെ എത്തിച്ചെന്നാ പറഞ്ഞത്. ബാക്കി ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല. സർ, ആദ്യം അംഗീകരിക്കാം. എനിക്കൊന്നും അറിയില്ല. നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോണം. എന്റെ ദൈവമേ, ഇതെന്താ സംഭവിച്ചെന്ന് അറിയില്ലല്ലോ. രഘുവേട്ടാ, സുജാതെ, താനൊന്നും സമാധാനായിട്ടിരിക്കും. നമുക്കൊന്ന് പോയി നോക്കാം. ഹരി, താൻ വണ്ടി എടുക്ക്. ശരവണ, നീ ഒന്ന് കൂട്ടിയിട്ട് വാ. മസിലിങ്ക. സിസ്റ്ററെ, കുറച്ചു മുമ്പ് ആക്സിഡന്റ് ആയി കൊണ്ടുവന്ന നിത്യയുടെ ബന്ധുക്കളാ. ആ, സ്ട്രെയിറ്റ് പോയി ലെഫ്റ്റ് പോയാൽ മതി. ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ? പൊക്കോളൂ, ഞാൻ വിളിച്ചു പറയാം. അവിടെയല്ലേ? വരണം. എടോ സുജാതെ, താൻ ഇങ്ങനെ ടെൻഷൻ ആവാതെ മോളെ നമുക്ക് ഇപ്പൊ തന്നെ കാണാലോ. നിത്യയുടെ ബന്ധുക്കളാണോ? അതെ. ഡോക്ടർ വിളിക്കുന്നുണ്ട്. അനുസല്ല. സർ, മോളെ, 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 നിത്യ, മോളെ, ആദി,
മോളെ അമ്മേ മോളെ മോളെ കണ്ണു തുറക്ക്. അതെ മോളെ നിത്യ അതെ മോളെ മോളെ അതെ നിത്യ രഘുട്ട കണ്ണു തുറക്ക് മോളെ മോളെ കണ്ണു തുറക്ക്. ഉണരാൻ ചിലപ്പോ വൈകും. മാഡം മോളുടെ അവസ്ഥ എന്താ? പ്രത്യക്ഷത്തില് തലയിൽ ഈ മുറിവ് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്തോ ഒരു പരിഭ്രാന്തി ഉള്ളിലുണ്ട്. അതാ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മോള് പറഞ്ഞ ഈ ആദി ഞങ്ങളുടെ പേരക്കുട്ടിയാ. ആദിയും നിത്യം കൂടിയാണ് പുറത്തേക്ക് പോയത്. എന്നിട്ട് ആദ്യം എവിടെ പോയി? ആദ്യം എവിടെ? ഈ കുട്ടി ഒറ്റയ്ക്ക് റോഡിൽ കൂടി നിയന്ത്രണം വിട്ട് ഓടുകയായിരുന്നു. എതിരെ വന്ന വാഹനത്തിൽ പോയി ഇടിക്കുകയായിരുന്നു. അങ്ങനെയൊക്കെ കൊണ്ടുവന്നവര് പറഞ്ഞത്. പക്ഷെ കുഞ്ഞിന്റെ കാര്യമൊന്നും ആരും പറഞ്ഞില്ല. അല്ല, കൊണ്ടുവന്നവർ എവിടെ ഉണ്ട് ഡോക്ടർ? അവരോടൊന്ന് സംസാരിച്ചാൽ ചിലപ്പോ കുഞ്ഞിന്റെ കാര്യം. സിസ്റ്ററെ, അവര് പോയിട്ടില്ലല്ലോ. ഇല്ല മാഡം, ഇവിടെ ഉണ്ട്. ഒന്ന് കൊണ്ടുപോയി കാണിക്കും. ശരവണ വാ. നിത്യ ഡോക്ടർ, എന്റെ മോൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഞങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയില്ലല്ലോ? ഇന്റേണൽ ആയിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല. നിലവില് സാധാരണ നോട്ടത്തിലുള്ള കാര്യം ഞാൻ പറഞ്ഞു. എന്റെ ഒരു പ്രതീക്ഷ അനുസരിച്ച് അല്പസമയത്തിനുള്ളിൽ ഇയാൾ ബോധത്തിലേക്ക് തിരിച്ചു വരും. ഞാനിവിടെ ഇരിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. പക്ഷെ കരഞ്ഞ ബഹളം വെച്ച് ഇവർ ഉണർത്താൻ ശ്രമിക്കരുത്. സാറെ ഞങ്ങൾ ചായ കുടിച്ചോണ്ടിരുന്നപ്പോഴാ ഈ പെങ്കൊച്ചങ്ങോട്ട് ഓടുന്നുണ്ട്. വണ്ടി തട്ടി വീണപ്പോ ഞങ്ങളെല്ലാരും ഓടിച്ചെന്ന് നോക്കുകയും ചെയ്തു. അല്ലാതെ ആ പരിസരത്തൊന്നും നിങ്ങൾ ഈ പറയുന്ന ഒരു കൊച്ചിനെ ഞങ്ങൾ കണ്ടില്ല. சார், அது ஒரு ஆங்குளத்தை தான். அவர் பேர் ஆதி. ഇവർ രണ്ടുപേരും ചേർന്നാണ് ഇങ്ങ വന്നത്. ഞങ്ങൾ അവരെ മാത്രമേ കണ്ടുള്ളൂ സാറേ. നിങ്ങൾ വന്നിട്ട് പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു ഞങ്ങളെന്നാ പൊയ്ക്കോട്ടെ. എന്നാ ரொம்ப நன்றி சார்.